അതിൽ കുറച്ച് ഇലക്ട്രിക് സൈക്കിൾ അവരെ കാണാനും സംസാരിക്കാനും പറ്റി ഒരു അടിപൊളി ഫേസ് പാക്ക് കിട്ടും. ഒരു AI ഡിജക്ഷനുള്ള ഒരു അടിപൊളി സൈക്കിളും കണ്ടു. വൈകിട്ട് ചുക്കുട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കിടിലൻ കാഴ്ചകളും. അപ്പം ഇന്ന് കുറച്ച് കടയിൽ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം നേരെ കടയിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇന്നത്തെ പരിപാടി ബാക്കി. ഒരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാം. കമൺ. ആദ്യം നമുക്ക് ചോറാണ് വേണ്ടത്. റേഷനറിയാണ്. എന്ത് പറ്റാവോ? യെസ്. ഒരു കഷ്ണം കിഴങ്ങ്, ചെറുനാരങ്ങ, പാല്, റൈസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, സെറ്റ്. മുങ്ങിക്കിടക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് വിത്തൗട്ട് കുരു, കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ദെൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് അരയ്ക്കുക. അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കി ടൈറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ഫേസ് പാക്ക് സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഫൈനലി വന്നത് ഇങ്ങനെയാണ്. ഇതെന്താക്കാവോ ആവോ? ഓക്കെ. ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 15 to 20 മിനിറ്റ് വരെ ഡ്രൈ ആവാൻ വയ്ക്കും. ഫേസ് പാക്ക് ഒക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് പരമാവധി മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫേസ് പാക്കിലത്തെ നാരങ്ങ ഓപ്ഷണലാണ്. അലർജി ഉള്ളവർക്ക് ആ സംഭവം യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് വെള്ളം മുക്കി ഒന്ന് തുടച്ചു നോക്കി. എൻ്റെ പൊന്നെ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. നല്ല അടിപൊളി റിസൾട്ടുള്ള നല്ല അടിപൊളി മാസ്ക് തന്നെയാണ്. ഇനി ഈ ഒരു സംഭവം ഞാൻ വെള്ളം വെച്ചിട്ട് ഫുള്ളായിട്ട് കഴുകി. കാരണം തുടച്ചു കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ. ഹേയ് ഗൈസ്, ഇതാണ് റിസൾട്ട്. എനിക്ക് ഭയങ്കര നല്ല അടിപൊളി റിസൾട്ടായിട്ട് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഇന്നലെ ഇട്ട ഫേസ് പാക്ക് ആണ്. ഇന്ന് എനിക്ക് തൃശ്ശൂർ ഡെന്നീസിൻ്റെ അടുത്തേക്ക് ഡെന്നീസിൻ്റെ അവിടേക്ക് പോകുന്നത് കുറച്ച് വീഡിയോ ഷൂട്ട് ഉണ്ട്. അപ്പോൾ 10 മണിക്ക് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും 10:30 ആയപ്പോഴാണ് ബസ് വന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തു. അതുമാത്രമല്ല ഒരു ടൈം ലാപ്സ് വീഡിയോ അടക്കം എടുത്തു. വാവ്, നൈസ്. അങ്ങനെ ഞാൻ അവിടെ 3 ബസ് മാറി കയറിയിട്ടാണ് ഈ പറഞ്ഞ സ്ഥലത്ത് എത്തിയത്. അതും 8 മണിക്കാണ് അവനോട് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ അവിടെ എത്തിയപ്പോൾ 12 മണി. പക്ഷേ ഞാൻ ചെന്നതിന് ശേഷമാണ് നമുക്കവിടെ ഷൂട്ട് തുടങ്ങാനുള്ള കാര്യങ്ങൾ സെറ്റ് ആയത് കേട്ടോ. ചിറ്റിലപ്പള്ളി IAS കോളേജിലായിരുന്നു കേട്ടോ നമുക്ക് ഷൂട്ട് ഉണ്ടായത്. ഇത് അവിടുത്തെ ലാബാണ്. ഈ ഒരു സൈക്കിൾ ഉണ്ടാക്കിയത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഈ ഒരു സൈക്കിളിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഡെന്നീസ് അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു എടുത്തൊരു വിഷ്വലാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ കോളേജിൻ്റെ ആംബിയൻസ് ഒക്കെ നല്ല പച്ചപ്പ്, ഭയങ്കര രസമുള്ള ഓടിച്ച് നോക്കാം. ഇതെന്താ? ഓക്കെ, ഈ 2 സ്വിച്ച് ഉണ്ടല്ലോ ഇതിന്. അതെന്താ, റിവേഴ്സാണോ? അല്ല, 2 കണക്ക് തന്നെ. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ഓ കൊള്ളാം, അടിപൊളി. നമ്മളിങ്ങനെ ചുമ്മാ സൈക്കിളിൽ ഇരിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് സൈക്കിൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നത്. ഇലക്ട്രിക് സൈക്കിൾ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത വേറൊരു ഇലക്ട്രിക് സൈക്കിളാണ്. മറ്റേ സൈക്കിള് ഒരുപാട് AI ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നോർമലി ഒരു സൈക്കിള് ഇലക്ട്രിക്കായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അങ്ങനെ 3 മണിയായപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതേ ആശീർവാദ്, അടുത്ത ആള്. മനസ്സിലായി. അങ്ങനെ അവൻ എന്നെ KSRTC സ്റ്റാൻഡിൽ കൊണ്ടാക്കി. അപ്പോൾ എനിക്ക് സുഖമായി. ഞാൻ അവിടെ നിന്ന് നേരെ പുതുക്കാട് വരെ കയറി. അവിടെ നിന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത ബസ് വന്നു. അടുത്ത ബസ്സിൽ കയറി നമ്മൾ നേരെ എൻ്റെ സ്ഥലത്തോട്ട് എത്തി, അതായത് നന്ദിപുരത്തേക്ക് എത്തിയിട്ട്. അങ്ങനെ 6:10 വീട്ടിലെത്തി. ഞാൻ ഭയങ്കര ടയേർഡായി. ഇനി റെസ്റ്റ് എടുക്കണം. അല്ലാതെ ഇനി ഒരു പരിപാടിയും ഇല്ല. ഞാൻ അതേ ഫാനൊക്കെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ചുക്കുട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. പക്ഷെ ആള് പണ്ടത്തെ പോലെ അത്ര ആക്റ്റീവും ഹാപ്പി ഒന്നും അല്ല. കാര്യം ആൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിൽക്കായിരുന്നു. ആളെന്തോ പേടിച്ച് ആളത്തേക്ക് ഇവിടെ കൊണ്ടാക്കാൻ പോവാന്നുള്ള പേടിയിൽ നിൽക്കുകയാണ്. പക്ഷെ പോവാൻ വേണ്ടി ആള് ബൈക്കുമ്മ കയറി. പക്ഷെ നല്ല കിടിലനായിട്ട് ആക്റ്റീവ് ആയിട്ടാവും. ബായ് ടാറ്റയൊക്കെ തന്നിട്ടാണ് ആള് പോയി. സമയം ഇപ്പോൾ 9:30 ആയിരിക്കുന്നു. ഇപ്പോഴാണൊന്ന് സെറ്റായത്. വഴി വലിച്ചു വാരി ഇട്ടതാണ്. എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പം ഇതൊന്ന് സെറ്റാക്കണം. ഒരു ദിവസം അടിപൊളി ദിവസം തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. യെസ്,
അതുമാത്രമല്ല ഇന്ന് നമ്മൾ 2 വെറൈറ്റി ടൈപ്പ് സൈക്കിൾ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായ അവരുടെ നമുക്ക് ആ കോളേജിൻ്റെ ലാബ് കാണാനായിട്ട് പറ്റി. അവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാൻ പറ്റി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ഗൈസ്.